ഡിസംബർ 5 2024 എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? യെസ്, പുഷ്പ 2 റിലീസാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇനി ഒരാഴ്ച ഉണ്ട്, കഷ്ടിച്ചൊരാഴ്ച ഉണ്ട്. അപ്പോൾ തിയേറ്ററുകാർക്കൊക്കെ നല്ല ചാകരയായിരിക്കും. ഈ ഫാൻ ഷോ ഉൾപ്പെടെ കളിക്കുന്നതുകൊണ്ട് എന്തായാലും ആദ്യത്തെ ദിവസം നല്ലൊരു കളക്ഷൻ വാരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പടം അങ്ങോട്ട് കയറി കൊളുത്തി കഴിയുവാണെങ്കിൽ എൻ്റെ മോനെ വേറെ ലെവലിലേക്ക് ഒരു പോക്കായിരിക്കും. നമ്മൾ വിജയുടെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് അല്ലു അർജുൻ്റെ കാര്യവും. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ഒരു മികച്ച തൂക്കാനുള്ള ഒരു മുതലാണ് അല്ലു അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അല്ലു അർജുൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ കൊച്ചിയിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുഷ്പ ഫസ്റ്റ് പാർട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ക്ലാഷിലാണ് കൊണ്ട് എത്തിച്ച് നിൽക്കുന്നത്. അതായത് അത്രയും നേരം അല്ലു അർജുൻ സ്കോർ ചെയ്ത് പോയപ്പോൾ അവിടെ വരുന്നു നമ്മുടെ ഫഹദ് ഫാസിൽ കയറി അങ്ങോട്ട് ഉടുത്തായിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ അല്ലു അർജുൻ്റെ കുറേ ഡയലോഗുകളും എന്താ പറയുക, സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഫൈറ്റ് സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. രണ്ടുപേര് തമ്മിലുള്ള ആ ഒരു സംസാരം മാത്രമല്ല. അതുവരെ ശരിക്കും പറഞ്ഞ ഒരു ടിപ്പിക്കൽ തെലുങ്ക് മൂവി ആയിട്ട് പോയിട്ട് ക്ലൈമാക്സിൽ കൊണ്ടുവച്ചൊരു സാധനമുണ്ട് എൻ്റെ മോനെ. അതും ആ അല്ലു അർജുൻ്റെ ഓരോ ഡയലോഗുകൾ, പ്രത്യേകിച്ച് ബ്രാൻഡിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നൈസ് സാധനമായിരുന്നു കേട്ടോ. ഒരുപാട് എനിക്ക് അത്രയും നേരം ഞാൻ കണ്ടത് ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയായിട്ടൊരു നമുക്ക് എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു പടമായിട്ട് പോയിട്ട് ക്ലൈമാക്സിലേക്ക് ഈ ഫഹദ് വന്നതിന് ശേഷം പടത്തിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് കാണാനായിട്ടുള്ള ഒരു പ്രധാന അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും, ഇവരുടെ ഈഗോ എങ്ങനെയായിരിക്കും മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതറിയാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്. പടം കയറി കൊളുത്തുവാണെങ്കിൽ എൻ്റെ മോനെ തിയേറ്ററുകാർക്ക് നല്ല ചാകരയായിരിക്കും. അപ്പോൾ തിയേറ്ററുകാരുടെ കാര്യം പറയുമ്പോൾ കുറച്ച് തിയേറ്ററുകാർക്ക് ഈ ഒരു സമയം കുറച്ചധികം പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയ കുറച്ച് തിയേറ്ററുകൾ നമ്മുടെ നാട്ടിൽ ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തിയേറ്ററിലൊക്കെ ഇങ്ങനെ റെനോവേഷൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഈ പുഷ്പ ആ ഒരു സമയത്ത് അതിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഈ തിയേറ്ററുകളൊക്കെ തുറക്കണം. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും പുഷ്പയ്ക്ക് തുറന്നേ പറ്റത്തുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഈ കളക്ഷൻ മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മുടെ കൊച്ചി ഐമാക്സിൻ്റെ കാര്യം പറഞ്ഞത്. ഐമാക്സും ഏതാണ്ട് ഈ ഒരു സമയത്ത് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തുറക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ തിരൂർ മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്റർ. ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാടാണ്. ഈ ഒരു സിനിമ കൊണ്ട് മാത്രമല്ല, അറിയാലോ തിരൂരിൻ്റെ ഒരു സിനിമാ തിയേറ്ററുകളുടെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ മുമ്പത്തെ കുറച്ച് വീഡിയോകളിലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. തിരൂരുകാർക്ക് നന്നായിട്ടറിയാം അവിടെ ഒരു നല്ല തിയേറ്റർ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. കാര്യം അവർ കുറേ യാത്രയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ പല മികച്ച സിനിമകളും കാണുന്നത്. ഒരു മെച്ചപ്പെട്ട തിയേറ്റർ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഒരു നല്ല തിയേറ്റർ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ തിരൂരിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തിയേറ്ററാണ് നമ്മുടെ ഖയാം തിയേറ്റർ. ഖയാം തിയേറ്റർ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തിയേറ്റർ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തു. ഇപ്പോൾ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിയേറ്റർ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരൂരുകാർ നല്ല രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട്. കാര്യം പഴയ ഖയാമിൽ നിന്നും പുതിയ ഖയാമിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് മാജിക് ഫ്രെയിംസ് കൊണ്ടുവരുന്നത്. ഒരു തട്ടിക്കൂട്ട് തിയേറ്റർ ആയിരിക്കുമോ അതോ ഒരു മികച്ച തിയേറ്റർ ആയിരിക്കുമോ എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ തിയേറ്ററിൻ്റെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ അകത്തെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സീറ്റ് എല്ലാം തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, താഴെ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ മുകളിൽ ബാൽക്കണിയിലും സീറ്റുകളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് എല്ലാം രണ്ട് സൈഡിലും സറൗണ്ടും ബാക്കും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള നീളത്തിലുള്ള ലൈറ്റ്സ് ആണ് ഇപ്പോൾ ഇന്റീരിയർ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ മറ്റേ അത്തപ്പൂക്കളം പോലെ മാജിക് ഫ്രെയിംസിന്റെ ലോഗോ ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. അത് മിക്കവാറും കുറച്ച് പേർക്ക് എന്ത് വളമായി കാണിച്ചേക്കുന്നത് എന്ന് തോന്നാം. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട്, അതായത് ആ ഒരു റെഡ് കളർ തന്നെ കൊടുത്തിട്ട് രണ്ട് സൈഡിലും മാത്രം ലോഗോ വെച്ചായിരുന്നു കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ കീപ്പ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ വാരി വിതറിയിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇനി സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താഴത്തെ സീറ്റ് കുറച്ച് നോർമലായി പോയോ എന്നൊരു സംശയമുണ്ട്. പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ള വലിയ ബിഗ് സൈസ് കിങ് സൈസ് തിയേറ്റർ ഉണ്ടല്ലോ, അതായത് പഴയ ടൈപ്പ് സീറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു മോഡൽ തന്നെയാണ് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മാജിക് ഫ്രെയിംസിൻ്റെ ഷോപ്പിംഗ് മാളുകളിൽ തുറക്കുന്ന പുതിയ തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കയറുന്ന സമയത്ത് ആ ഒരു സീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണുന്ന സമയത്ത് ഓക്കെ കൊള്ളാം, ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ താഴത്തെ കാര്യം നോക്കുമ്പോൾ നമുക്കത് കിട്ടാറില്ല. കുറച്ചൊന്ന് ബേസിക്കായി പോയോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും ടിക്കറ്റ് ചാർജ് ഒരു ഡീസൻറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്.
കുറയ്ക്കുമായിരിക്കും അല്ലേ? കുറയ്ക്കും മീൻസ് ഒരു നോർമൽ ലെവലിൽ വെക്കുമായിരിക്കും. പിന്നെ അവിടെ മൊത്തം ഏതാണ്ട് 500-ന് മുകളിൽ സീറ്റ് താഴെ മാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു പ്രീമിയം ലെവൽ സീറ്റ് ഉണ്ടല്ലോ, ഏതാണ്ട് അതുപോലത്തെ സീറ്റാണ് ബാൽക്കണിയിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 200-ന് താഴെ ആയിട്ട് എന്തായാലും ബാൽക്കണിയിലും സീറ്റ് വരുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് സുഖിച്ചിരിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ആ ഒരു സീറ്റിൻ്റെ ഒരു ലെവൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് മാജിക് ഫ്രെയിംസ് തിയേറ്ററുകളിൽ കണ്ടുവരുന്ന ആ ഒരു ടിപ്പിക്കൽ സീറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടിക്കറ്റ് ചാർജ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബാൽക്കണിയിൽ നമുക്ക് ഒരു റെഡ് കാർപ്പറ്റ് ഒക്കെ ഇങ്ങനെ ഫ്ലോറിൽ കാണാനായിട്ട് പറ്റും. എന്തായാലും കുറച്ചും കൂടെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ബാൽക്കണിയിൽ ഇങ്ങനെ സുഖിച്ചിരുന്ന് സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഹാർക്നെസിന്റെ സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ ബിഗ് സൈസ് ഒരു തിയേറ്റർ ആണല്ലോ, ഒരു ബാൽക്കണി തിയേറ്ററും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഒരു സ്ക്രീനാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രീനിന്റെ ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ ഇൻ പ്രോഗ്രസ് ആണ്. അതും എത്രയും പെട്ടെന്ന് തന്നെ തീർക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയാണ് പ്രൊജക്ഷനും സൗണ്ടും. ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ഷനാണ് നമ്മുടെ ഈ ഒരു മാജിക് ഫ്രെയിംസ് കയാം തിയേറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി 7.1 അല്ല, ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തിരൂരുകാർക്ക് 4K പ്രൊജക്ഷൻ വിത്ത് ഡോൾബി അറ്റ്മോസിൽ നമ്മുടെ കയാം തിയേറ്ററിലിരുന്ന് ഗംഭീരമായിട്ട് സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഇന്റീരിയറൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് പണി അവർ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. A to Z വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പ്രീമിയം ഫീല്, അതായത് ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് നടന്ന തിയേറ്റർ ആണല്ലോ, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കട്ടിങ് നമുക്ക് പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇന്റീരിയറിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ബേസിക് ആയി പോയോ എന്നൊരു സംശയമുണ്ട്. സാധാരണ നമ്മൾ ഈ ഷോപ്പിംഗ് മാളുകളിൽ മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററിനകത്തോട്ട് കയറുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടുമല്ലോ, ആ ഒരു ഫീൽ ചെറുതായിട്ട് ഇവിടെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. ഇത്രയും വലിയൊരു തിയേറ്റർ ആകുമ്പോൾ എന്തായാലും അവർക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോസ്റ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രൊജക്ഷനും സൗണ്ടിൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുഷ്പ 2ന്റെ റിലീസോട് കൂടിയിട്ട് ഈ ഒരു തിയേറ്റർ തുറക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മാജിക് ഫ്രെയിംസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വെയിറ്റ് ചെയ്യാം.